വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമി തിഥിയും ചേർന്ന് വരുന്ന ദിവസമാണ് തൃക്കാർത്തിക മഹോത്സവം. അമ്പലങ്ങളിലും വീടുകളിലുമെല്ലാം ചിരാതുകൾ കൊളുത്തി ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്ന ദിവസം. വൃശ്ചിക മാസത്തിലെ കാർത്തിക ദേവിയുടെ ജന്മനാളെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ദേവീപ്രീതിക്കായി വീടും പരിസരവും വൃത്തിയാക്കി ഒരുക്കി കോലങ്ങൾ വരച്ചും ദീപങ്ങൾ തെളിയിച്ചും ദേവിയെ വരവേൽക്കും. മഹിഷാസുരവധം കഴിഞ്ഞെത്തുന്ന ദേവിയെ സ്വീകരിക്കാനാണ് കാർത്തിക വിളക്ക് തെളിയിക്കുന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഈ ഉത്സവത്തിന്റെ പല ചരിത്രരേഖകളും തമിഴ്നാടിന്റെ ചരിത്രത്തിലൂടെ ബന്ധപ്പെട്ടതാണ്. സംഘകാലത്തെ തമിഴ് കവിയായ അവിയാറിന്റെ കവിതകളിൽ കാർത്തിക വിളക്കുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ കാണാൻ സാധിക്കും. കാർത്തിക കൈദീപം, കാർത്തിക കൈവിളക്ക്, തൃക്കാർത്തിക വിളക്ക് എന്നിങ്ങനെ പല നാട്ടിൽ പല പേരിലാണ് കാർത്തിക ദീപം അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഇതിന് ഭരണി ദീപം എന്നും വിഷ്ണു ദീപം എന്നുമൊക്കെ പേരുകളുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ദീപാവലിയോട് ഏറെക്കുറെ സാമ്യമുള്ള ഒരു ആഘോഷമാണ് ഇവിടുത്തെ തൃക്കാർത്തിക മഹോത്സവം. ഈ ദിവസം വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി മഹാലക്ഷ്മിയെ വരവേൽക്കാൻ കാർത്തിക ദീപം തെളിയിക്കുന്നതാണ് തൃക്കാർത്തികയിലെ പ്രധാന ചടങ്ങ്. വിളക്ക് പ്രകാശം പരത്തുന്നത് പോലെ തൃക്കാർത്തിക ഭക്തരുടെ ജീവിതത്തിലും ഐശ്വര്യം പകർത്തുന്നുവെന്നാണ് വിശ്വാസം. വീടിന് മുന്നിൽ വാഴത്തട കുഴിച്ചു നിർത്തി കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഭംഗിയാക്കി മൺചെരാതുകൾ കൊളുത്തിവെക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സകല ദുരിതങ്ങളെയും തിന്മകളെയും ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. കാർത്തിക നാളിൽ സന്ധ്യയ്ക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഐശ്വര്യമെന്നും പറയും. എന്നാൽ കാലം മാറിയപ്പോൾ അത് മെഴുകുതിരികളും ഇതിന്റെ ഭാഗമായി തുടങ്ങി. പുഴുക്ക്, അട, കരുക്ക് എന്നിവയൊക്കെയാണ് കാർത്തിക നാളിൽ വിളക്ക് വച്ച ശേഷം എല്ലാവരും കുടുംബമായി ചേർന്നിരുന്ന് കഴിക്കുക. ദേവിയുടെ അനുഗ്രഹം ലഭിച്ച സകല ദുരിതങ്ങളും ഈ ദിവസം അകലുമെന്നാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.